നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ഗവർണറുടെ RSS നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധം. രാജ്ഭവനിലേക്ക് നടന്ന SFI മാർച്ചിൽ സംഘർഷം. RSS അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജ്ഭവനെ ഗവർണർ ഉപയോഗിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മന്ത്രി V ശിവൻകുട്ടിയുടേത് മാതൃകാപരമായ നടപടിയെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഗവർണർ പ്രോട്ടോകോൾ എന്ന് ഡോക്ടർ TM തോമസ് ഐസക്. ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ച ശേഷമാണ് പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുന്നത്. ഗവർണർ ഏറ്റുമുട്ടലിന് നിലച്ചിറങ്ങിയതുപോലെ പെരുമാറുന്നുവെന്നും തോമസ് ഐസക്. ഇംഗ്ലീഷ് ഭാഷയെ തള്ളിയുള്ള അമിത്ഷായുടെ പ്രതികരണത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിതെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇനിയും വാചാലരാകണോ എന്നും ബ്രിട്ടാസ് MP. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്തിയതിൽ അതൃപ്തി പ്രകടമാക്കിയ ശശി തരൂർ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി. രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായി കൂടിക്കാഴ്ചയ്ക്കാണ് അനുമതി തേടിയത്. ശശി തരൂർ വിദേശത്തായത് കാരണം അവൈലബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രത്യേകം ക്ഷണിക്കാത്തതെന്ന് K മുരളീധരൻ. ശശി തരൂർ കോൺഗ്രസിന്റെ കരുത്തായി പ്രവർത്തിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും K മുരളീധരൻ. നിലമ്പൂരിൽ LDF മികച്ച വിജയം നേടുമെന്ന് M സ്വരാജ്. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും M സ്വരാജ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ MK രാഘവൻ MPക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം. പുതിയ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിനെ ചൊല്ലിയാണ് തർക്കം. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. കുളത്തൂപ്പുഴ ആറ്റിൻ കിഴക്കേക്കര മനൂഭവനിൽ രേണുകയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നിഗമനം. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. 21-കാരിയാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. പെൺകുട്ടിയെ വീട്ടിലും ശുചിമുറിയിലും പിന്നിലെ പറമ്പിലും എത്തിച്ച് തെളിവ് എടുത്തു. കണ്ണൂർ കായലോട് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് പോലീസ്. പ്രതികളുടെ നേതൃത്വത്തിൽ യുവതിക്കും സുഹൃത്തായ യുവാവിനും നേരെ സദാചാര ഗുണ്ടാക്രമണമുണ്ടായെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടി ലീഗ് പ്രവർത്തകർ KMCC സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K അബ്ദുറഹ്മാൻ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങി 4 പേരെ സസ്പെൻഡ് ചെയ്തു. PV അൻവറിനെ പങ്കെടുപ്പിച്ച് KMCC സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ തീരുമാനം വിവാദമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ സാഹറിന് ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകി. ഈ മാസം 27-ന് ഹാജരാകാൻ നിർദ്ദേശം. തൃശൂർ ചേലക്കരയിൽ ലഹരി സംഘത്തിന്റെ താവളമായി കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ. ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങാതായതോടെ ലഹരി സംഘവും ചൂതാട്ട സംഘവും കെട്ടിടം കൈയടക്കി. ഫിറ്റ്നസ് സെന്ററിലെ ലഹരി ഉപയോഗവും ചൂതാട്ടവും
പുറത്ത്. തിരുവനന്തപുരം ആലങ്കോട് ഗവൺമെന്റ് VHSൽ റാഗിംഗ് നടന്നതായി പരാതി. +2 വിദ്യാർത്ഥികൾ +1ന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ 7 +2 വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. 1600 രൂപ വീതം 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ മാസം ഒരു ഗഡു കുടിശ്ശിക അടക്കം 2 മാസത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലും സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് വീട്ടിലും എത്തിച്ചാണ് പെൻഷൻ നൽകുന്നത്. സമ്പൂർണ്ണ ഗവേണൻസ് പ്രഖ്യാപനത്തിലൂടെ കേരളം പിന്നിട്ടത് വലിയ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്ഷയ കേന്ദ്രങ്ങൾ വഴി വലിയ തോതിൽ ഓഫീസ് സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. സൈബർ സെക്യൂരിറ്റി സംവിധാനത്തിലും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണെന്ന് മുഖ്യമന്ത്രി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പന്മന കേന്ദ്രം മലയാള വിഭാഗം വായനാ ദിനം ആചരിച്ചു. വായനയുടെ സാമൂഹിക അന്തരീക്ഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ എഴുത്തുകാരി ദീപ ഉദ്ഘാടനം ചെയ്തു. അത്യാഹിതങ്ങൾ ഉണ്ടായാൽ നേരിടാൻ മധ്യ റെയിൽവേ സ്റ്റേഷനുകളിൽ പാനിക് ബട്ടണുകൾ സ്ഥാപിച്ച് റെയിൽവേ. മുംബൈ മുലുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പാനിക് ബട്ടൺ സ്ഥാപിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 117 സ്റ്റേഷനുകളിൽ പാനിക് ബട്ടൺ സ്ഥാപിക്കുമെന്ന് റെയിൽവേ. വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് രാജ്യവ്യാപകമായ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങിയ ഓസ്ട്രേലിയ. ലോകത്തിൽ തന്നെ ഇത്തരമൊരു നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ രാജ്യമാകും ഓസ്ട്രേലിയ. RJ ബാലാജിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സൂര്യയുടെ ബിഗ് ബജറ്റ് എന്റർടൈനർ ചിത്രം കറുപ്പിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ഡ്രീം വാരിയർ പിക്ചേഴ്സ് വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രമാണ് കറുപ്പ്. സംവിധായകനും നടനുമായ RJ ബാലാജിയുടെ പിറന്നാൾ ദിനത്തിലാണ് ടൈറ്റിൽ റിലീസ്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തെലുങ്കു ത്രില്ലർ ചിത്രമായ കുബേരയ്ക്ക് മികച്ച പ്രതികരണം. ധനുഷിന്റെ പ്രകടനത്തിനും ആകർഷകമായ കഥാസന്ദർഭത്തിനും പശ്ചാത്തല സംഗീതത്തിനും പ്രശംസ. ശേഖർ കമുല സംവിധാനം ചെയ്ത ചിത്രം ഇന്നാണ് തിയേറ്ററുകളിൽ എത്തിയത്. പുതിയ ചിത്രം സിതാരെ സമീൻ പർ OTT റിലീസ് ചെയ്യില്ലെന്ന അമീർ ഖാന്റെ നിലപാടിനെ പിന്തുണച്ച് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. സിതാരെ സമീൻ പർ തിയേറ്ററുകളിൽ മാത്രമായി പുറത്തിറക്കാനുള്ള അമീറിന്റെ തീരുമാനം തിയേറ്ററുകളിലുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നുവെന്നും തിയേറ്ററുകൾക്കൊപ്പം നിന്നതിന് നന്ദിയെന്നും MAI. സിനിമാ സെറ്റുകളിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ നീക്കവുമായി നിർമ്മാതാക്കളുടെ സംഘടന. ലഹരി ഉപയോഗിക്കില്ലെന്ന അഭിനേതാക്കളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങും. നിലവിൽ അഭിനേതാക്കളിൽ നിന്ന് മാത്രം സത്യവാങ്മൂലം വാങ്ങാനാണ് തീരുമാനമെന്നും അടുത്ത ഘട്ടത്തിൽ സാങ്കേതിക പ്രവർത്തകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ സിയാദ് കോക്കർ. ഖത്തറിൽ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിച്ച ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ ഭവൻസ് പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാരായി. ഖത്തറിലെ 10 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും 160ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. മലയാള മിഷൻ ദുബായ് ചാപ്റ്റർ കണിക്കുന്ന സൂര്യകാന്തി പഠനോത്സവം സംഘടിപ്പിച്ചു. ദുബായ് അൽമാരഫ് സ്കൂളിൽ നടന്ന പഠനോത്സവത്തിൽ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നുമായി 121 കുട്ടികൾ പങ്കെടുത്തു. പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ MK കുഞ്ഞഹമ്മദ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.